എല്ലാ വർഷവും നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളും ഇക്കൊല്ലവും നടത്തിയിട്ടുണ്ട്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഡീൽ മുന്നിൽ തന്നെയാണ്. അതായത് കുട്ടികളെ നിരന്തരമായിട്ട് പിന്നാലെ ഉണ്ടായതുകൊണ്ടേ കാരണം നമ്മൾ മറ്റുള്ള സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ അത്രയൊന്നും മനസ്സ് തോന്നലില്ല. ആ അച്ചടക്കം മാഷ പിന്നാലെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ടേ കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞ പോലെ തന്നെ സാറായിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ വന്ന സാറിനോട് കൊണ്ട് പറഞ്ഞത് അതായത് നിങ്ങൾ ഈ ഫാമിലിയുടെ അംഗമാണ് ഇല്ലാത്തത് പറയാം. ഞാൻ ഏത് സ്കൂളിൽ നമ്മൾ പോയാൽ അവിടുന്ന് അവിടുത്തെ അംഗമാണെന്നും അവർ ആർക്കും പറയാൻ കിട്ടുന്നോടത്തോളം നിൽക്കും. അല്ലെങ്കിൽ നല്ല കഴിഞ്ഞാൽ കഴിയും. സാറ് എനർജി സാറ് ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ആ ഒരു എനർജി പോകും. ഒരിക്കലും പോകും. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മളെന്നും ഏകദേശം 99% വിഷുകാരുടെ ഒരു ഇടപെടൽ ഉണ്ടാവുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കൃത്യമായി കുട്ടികൾ ക്ലാസ്സിൽ വരിക, അതുപോലെ അറ്റൻഡൻസിൻ്റെ ഒരു ഇതൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട്. മറ്റ് സെമിനാറിൽ പോകുമ്പോൾ അവിടുത്തെ അറ്റൻഡൻസ് എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയാവുന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. ഒരു സംഭവം തുടങ്ങി അതിന് പൗതിയിൽ പോയില്ല. ഇപ്പൊ ഡി ബുക്കൊക്കെ അതൊക്കെ എക്സാമിന്റെ സമയം ഫോളോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും അങ്ങനല്ല, ഒരു പദ്ധതി കൊണ്ടുവരും, ഇവിടെ ഓഫീസ് ഒന്നും പോകും, പിന്നെ അതൊക്കെ നോക്കാവുന്ന കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കാശിന്റെ സമയം വന്ന് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ 3 മണിക്കൂറൊക്കെ ചില സമയത്ത് കിട്ടിയിട്ടുണ്ട്. അതിന് 10 വർഷം 2 മണിക്കൂറുണ്ട്. വേറെ സെന്റർ പഠിക്കാൻ പോകാണെങ്കിൽ പോലും അവർക്ക് കുട്ടികൾ നമ്മൾ ചെയ്യുന്നതിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയാം. വർഷമാണ് ബാക്കിയുള്ള സെൻട്രൽ അപേക്ഷിച്ച് കുട്ടികൾ നമ്മൾ ഒതുങ്ങിയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് എന്തില്ല വലിയ ശല്യങ്ങളോ പ്രശ്നങ്ങളോ സാധാരണ വരാറില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ ബാക്കിയുള്ള സെൻറ്ററുകളിലെ ആൺകുട്ടികൾ ഭയങ്കര നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര ശല്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രയാസം നേരിട്ടിട്ടില്ല. അവിടുത്തെ കുട്ടിയാവില്ല അവിടെ വന്നത്. ഇവിടെ നമുക്ക് ക്ലാസ് എത്ര കുട്ടികളുണ്ടെങ്കിലും സുഖമായിട്ട് ക്ലാസ്